പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മളിന്ന് പുതിയൊരു ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. ചാപ്റ്ററിൻ്റെ പേര് ഫോഴ്സ്, ബലം. ഞാനിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ടൊരു കുറച്ച് എക്സ്പെരിമെൻ്റ് ഒക്കെ ചെയ്യാനായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരിക്കും അല്ലേ? ഇതാണ് ബോൾ. ഇപ്പോൾ ക്രിക്കറ്റ് കളിക്കാനൊന്നുമല്ല, ഞാനിത് കൊണ്ടുവന്നത് ഒരു എക്സ്പെരിമെൻ്റ് ചെയ്യാനാണ്. ഒരു ചെറിയൊരു എക്സ്പെരിമെൻ്റ്. ഞാൻ ഈ ബോൾ ഇങ്ങനെ മുകളിലേക്ക് ഉയർത്തിയിട്ട് അതിനെ താഴേക്കിടാൻ പോവുകയാണ്. അപ്പോൾ ബോൾ ഇപ്പോൾ നിശ്ചലാവസ്ഥയിലാണ് അല്ലേ, അറ്റ് റെസ്റ്റിലാണ്. ഞാനിതിനെ താഴേക്കിടുന്നു. എന്ത് സംഭവിച്ചോന്ന് നോക്കുക. എന്ത് ചെയ്തു? അതിനെ ഞാൻ ഈ കൈ കൊണ്ട് അതിനെ താങ്ങി നിർത്തി. ഇവിടെ ഞാൻ ഈ ബോളിനെ ആദ്യം നിശ്ചലാവസ്ഥയിൽ മുകളിൽ പിടിച്ചിരുന്നു. എന്നിട്ട് അതിനെ എന്ത് ചെയ്തു? ഞാൻ കൈ മാറ്റിയപ്പോഴേക്കും അത് താഴേക്ക് വീണു. എന്തുകൊണ്ടായിരിക്കാം ബോൾ ഇങ്ങനെ താഴേക്ക് വീണത്? നമുക്കെല്ലാം അറിയാം, ഭൂമി എന്ത് ചെയ്യുന്നു? എല്ലാ വസ്തുക്കളെയും അതിൻ്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്നു അല്ലേ? ആരാ കണ്ടുപിടിച്ചത്? സർ ഐസക് ന്യൂട്ടനാണ് കണ്ടുപിടിച്ചത്. അപ്പോൾ ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലത്തിന് വിധേയമായിട്ടാണ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് വിധേയമായിട്ടാണ് ഈ ബോള് താഴേക്ക് വന്നത്. ഈ താഴേക്ക് വന്ന ഈ ബോളിനെ, അപ്പോൾ ബോൾ ആദ്യം നിശ്ചലാവസ്ഥയിലായിരുന്നു, എന്നിട്ടത് താഴേക്ക് വന്നു. താഴേക്ക് വന്നപ്പോൾ അത് ചലിക്കുകയായിരുന്നു. ആ ചലനത്തെ തടസ്സപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞാനിവിടെ എന്ത് ചെയ്തു? ഒരു എതിർബലം കൊടുത്തു. ശരിയല്ലേ? അപ്പോൾ രണ്ട് തരത്തിലുള്ള ബലങ്ങൾ ഇവിടെ നടന്നു. എന്തൊക്കെയാണ്? ബോളിനെ താഴേക്ക് ആകർഷിക്കാനായിട്ട് ഗുരുത്വാകർഷണ ബലം, അതായത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അതുപോലെ ബോളിൻ്റെ ചലനം തടസ്സപ്പെടുത്താനായിട്ട് ഞാൻ ഒരു ഒപ്പോസിങ് ഫോഴ്സ് മുകളിലേക്ക് കൊടുത്തു, ഒരു എതിർബലം മുകളിലേക്ക് കൊടുത്തു. ഇപ്പോൾ എക്സ്പെരിമെൻ്റ് ഇഷ്ടമായോ? വലിയൊരു എക്സ്പെരിമെൻ്റ് ഒന്നും അല്ല, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഒരു ചെറിയൊരു എക്സ്പെരിമെൻ്റ് ആയിരുന്നു അല്ലേ? അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് രണ്ട് ബലങ്ങൾ ഇവിടെ ഉണ്ടായി. അതായത് രണ്ട് ബലങ്ങളുടെ ഒരു സാന്നിധ്യം ഇവിടെ നമുക്ക് അനുഭവപ്പെട്ടു ആണല്ലോ. ഒന്നാമത്തേതാണ് ഗുരുത്വാകർഷണ ബലം. അത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല അല്ലേ? നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഒരു അദൃശ്യമായൊരു ബലമാണത്. ഭൂമി എല്ലാ വസ്തുക്കളെയും അതിൻ്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്നു. അതുപോലെ ഭൂമിയെയും മറ്റ് ഗ്രഹങ്ങളെയും സൂര്യൻ ആകർഷിക്കുന്നു. ആകാശഗോളങ്ങളിലെല്ലാം തന്നെ അങ്ങനെ ഒരു ആകർഷണ ബലം ഉണ്ട്. ചന്ദ്രനെ ഭൂമി ആകർഷിക്കുന്നു. ഇവിടെയൊന്നും ഡയറക്റ്റ് കോണ്ടാക്ട് വരുന്നില്ല, സമ്പർക്കം വരുന്നില്ല. സമ്പർക്കം രഹിത ബലമാണ് എന്ന് പറയാം. ഇവിടെ ഒന്നും സമ്പർക്കം ഇല്ല, ഡയറക്റ്റ് കോണ്ടാക്ട് ഇല്ല. പക്ഷേ ഞാനിവിടെ ഇതിനെ കൈ കൊണ്ട് എന്ത് ചെയ്തു? ഒരു ഒപ്പോസിങ് ഫോഴ്സ് കൊടുത്ത് ഇതിൻ്റെ ചലനത്തെ തടസ്സപ്പെടുത്തി. ഇവിടെയാണെങ്കിലോ ഇത് കോണ്ടാക്ട് ഫോഴ്സ് ആണോ നോൺ കോണ്ടാക്ട് ഫോഴ്സ് ആണോ? അതായത് സമ്പർക്ക ബലമാണോ സമ്പർക്കരഹിത ബലമാണോ? സമ്പർക്ക ബലമാണ് അല്ലേ? നമുക്കിനി അടുത്തൊരു എക്സ്പെരിമെൻ്റ് കണ്ടു നോക്കാം. നമ്മുടെ കൈവശം ഒക്കെ ഉണ്ടാവും അല്ലേ? ഒരു മാഗ്നറ്റ് കൈവശം ഇല്ലാത്ത കുട്ടികളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എൻ്റെ കൈവശം ഒരു ചെറിയൊരു മാഗ്നറ്റ് ഉണ്ട്. റിംഗ് മാഗ്നറ്റ് ആണ്. ഒരു സേഫ്റ്റി പിന്നുണ്ട്. ഈ സേഫ്റ്റി പിന്ന് ഞാൻ എന്ത് ചെയ്യുന്നു? ഈ മാഗ്നറ്റിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നു. എന്താ സംഭവിക്കുന്നത് നോക്കിയേ. ഈ മാഗ്നറ്റ് സേഫ്റ്റി പിന്നിനെ എന്ത് ചെയ്യുന്നു? അട്രാക്റ്റ് ചെയ്യുന്നു ആണല്ലോ. ഇവിടെയാണെങ്കിലോ? ഇവിടെ എന്താ സംഭവിച്ചത്? മാഗ്നറ്റിന് ചുറ്റും എന്തുണ്ട്? ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ആ മാഗ്നറ്റിക് ഫീൽഡിലാണ് ആ സേഫ്റ്റി പിന്ന് ഞാൻ കൊണ്ടുചെന്നത്. അപ്പോഴേക്കും അവിടെയുള്ള ആ മാഗ്നറ്റിക് ആയിട്ടുള്ള വസ്തുക്കളെ, അയൺ പോലെ മാഗ്നറ്റിക് ആയിട്ടുള്ള വസ്തുക്കളെ എന്ത് ചെയ്യുന്നു? ആ മാഗ്നറ്റ് ആകർഷിക്കുന്നു. ഇപ്പം നമ്മളിവിടെ രണ്ട് പരീക്ഷണങ്ങൾ കണ്ടു. ഇനി ഒരെണ്ണം കൂടെ നമുക്ക് കാണാം. ഞാനൊരു ഒബ്ജക്റ്റ് എടുത്തിട്ട് അതിലേക്ക് എൻ്റെ വിരൽ ഇങ്ങനെ അമർത്തി നീക്കുകയാണ്. കണ്ടോ? ഇങ്ങനെ അമർത്തി നീക്കുകയാണ്. അപ്പോൾ എൻ്റെ കൈയുടെ ഈ മൂവ്മെൻറ്റിനെ തടസ്സപ്പെടുത്തുന്ന ഒരു ഒപ്പോസിങ് ഫോഴ്സ്, എതിർബലം
ഇതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ, അതായത് മൂവ്മെൻറ്റിൻ്റെ എതിർദിശയിലേക്ക് അനുഭവപ്പെടുന്നു. എന്തുകൊണ്ടായിരിക്കാം? ഈ ബലത്തിന് എന്താ പറയുന്നത്? ഘർഷണബലം, ഫ്രിക്ഷണൽ ഫോഴ്സ് ആണല്ലോ. അപ്പം നമ്മളിവിടെ കുറേ അധികം ബലങ്ങൾ പരിചയപ്പെട്ടു. ഇത്രയും മാത്രമാണോ ഈ ബലങ്ങളുടെ കൂടെ ഉള്ളത്? ഈ ജ്വല്ലറിയിലോ അല്ലെങ്കിൽ ടെക്സ്റ്റൈൽസിലോ വലിയ വലിയ മാളുകളിലൊക്കെ നമ്മൾ പോകുമ്പോഴേക്കും അവിടെ ഡോറിൽ പുഷ് പുൾ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും. പുഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? തള്ളുക. പുൾ എന്ന് പറഞ്ഞാൽ എന്താണ്? വലിക്കുക. ഇതൊക്കെ എന്താണ്? ഫോഴ്സ് ആണ്. അപ്പൊ എല്ലാ ഫോഴ്സും ഉണ്ട്. ഇപ്പൊ ഞാൻ ഇവിടെ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തു, പക്ഷെ എനിക്ക് അവിടെ ആ ബോളിനെ ചലിപ്പിക്കാൻ പറ്റിയില്ല. ബട്ട് ദർ ഇസ് എ ടെൻഡൻസി ടു മൂവ്. അതിന് എന്തുണ്ടായി? ആ മൂവ്മെന്റിനുള്ളൊരു ടെൻഡൻസി അവിടെ ഉണ്ടായി അല്ലേ? അപ്പൊ പലതരത്തിലുള്ള ബലങ്ങൾ നാം പരിചയപ്പെട്ടു. നമ്മളിവിടെ ചർച്ച ചെയ്ത കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് ഫോഴ്സിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം എന്ന് മനസ്സിലാക്കാം. ഏതൊക്കെയാണ്? കോണ്ടാക്ട് ഫോഴ്സ് ആൻഡ് നോൺ കോണ്ടാക്ട് ഫോഴ്സ്. ഒന്നാമത്തേത് കോണ്ടാക്ട് ഫോഴ്സ്. രണ്ടാമത്തെ എന്താണ്? നോൺ കോണ്ടാക്ട് ഫോഴ്സ്. ഒന്ന് കോണ്ടാക്ട് ഫോഴ്സ്, രണ്ട് നോൺ കോണ്ടാക്ട് ഫോഴ്സ്. ഇതെന്താണ്? സമ്പർക്ക ബലം. ഇതെന്താണ്? സമ്പർക്ക രഹിത ബലം. കണ്ടില്ലേ? ഇപ്പൊ സമ്പർക്ക ബലവും സമ്പർക്ക രഹിത ബലവും. ഇപ്പൊ കോണ്ടാക്ട് ഫോഴ്സിൽ ഏതൊക്കെയാണ് വരുന്നത്? പുഷ്, പുൾ, ഫ്രിക്ഷൻ. ഇതൊക്കെ കോണ്ടാക്ട് ഫോഴ്സിൽ വരും. നോൺ കോണ്ടാക്ട് ഫോഴ്സിൽ ഏതൊക്കെയാണ് വരിക? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, അട്രാക്ഷൻ, റിപ്പൽഷൻ, മാഗ്നറ്റിക് ഫോഴ്സ്. അതായത് ഗുരുത്വാകർഷണ ബലം, ഇനി ഇത് ആകർഷണം, വികർഷണം അല്ലേ? മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയുമ്പോഴേക്കും കാന്തിക ബലം. ശരിക്കും ഈ മാഗ്നറ്റിക് ഫോഴ്സിലാണ്, കാന്തിക ബലത്തിലാണ് ആകർഷണവും വികർഷണവും വരുന്നത്. ഇത് ക്ലിയർ ആയല്ലോ? നമുക്ക് ഫോഴ്സിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാമെന്ന് മനസ്സിലായി. കോണ്ടാക്ട് ഫോഴ്സ് ആൻഡ് നോൺ കോണ്ടാക്ട് ഫോഴ്സ്. ഇപ്പോൾ കോണ്ടാക്ട് ഫോഴ്സിന് കൂടുതൽ എക്സാമ്പിൾ എഴുതാൻ ചോദിച്ചാൽ നമുക്ക് എന്തൊക്കെ എഴുതാൻ പറ്റും? പുഷിംഗ് ഓഫ് എ ബോൾ, പുഷിംഗ് ഓഫ് ടേബിൾ. ഇനി പുള്ളിംഗ് ഓഫ്, പുള്ളെന്ന് പറയുമ്പോൾ എന്താണ്? വലിക്കുക. പുള്ളിംഗ് ഓഫ് എ കാർട്ട്. ഉന്തുവണ്ടിയിലൊക്കെ ആൾക്കാർ സാധനങ്ങൾ കൊണ്ടുപോകുന്ന കണ്ടിട്ടില്ലേ? അപ്പോൾ അവിടെ ഇങ്ങനെ അതിനെ വലിച്ചുകൊണ്ടാണ് വരിക അല്ലേ? അപ്പോൾ പുള്ളിംഗ് ഓഫ് എ കാർട്ട്. ഫ്രിക്ഷണൽ ഫോഴ്സ്, ഘർഷണബലം, ഇതൊക്കെ പറയാം. ഇനി ഇവിടെ നോൺ കോണ്ടാക്ട് ഫോഴ്സിലാണ് ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. എർത്ത് അട്രാക്ട്സ് ഓൾ ദി ഒബ്ജക്ട്സ് ടുവേഴ്സ് ഇറ്റ്സ് സെന്റർ. ഭൂമി എല്ലാ വസ്തുക്കളെയും അതിന്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്നു. അതുപോലെ ആകർഷണം, വികർഷണം, കാന്തം ഇരുമ്പ് പോലുള്ള വസ്തുക്കളെ ആകർഷിക്കുന്നു. ഇതൊക്കെ നമുക്ക് ഈ മാഗ്നറ്റിക് ഫോഴ്സിൽ പറയാം. ഇത്രയും ക്ലിയർ ആയല്ലോ? നമുക്കിനി കുറച്ച് സന്ദർഭങ്ങൾ പരിചയപ്പെടാം. ഒന്നാമത്തേത് പുഷിംഗ് എ ട്രോളി. ട്രോളി തള്ളുന്നു. അവിടെ ഏതാ വരിക? കോണ്ടാക്ട് ഫോഴ്സ് ആണ് വരിക. അതായത് സമ്പർക്ക ബലം. കാരണം ഇവിടെ വസ്തുക്കളുടെ പരസ്പര സ്പർശനം മൂലമാണ് ഈ ബലം അനുഭവപ്പെടുന്നത്. അടുത്തതായി എ കോക്കനട്ട് ഫാളിംഗ് ഫ്രം എ കോക്കനട്ട് ട്രീ. തെങ്ങിൽ നിന്നും തേങ്ങ വീഴുന്നു. അവിടെ എന്താ വരിക? അവിടെ സ്പർശനം ഇല്ല. അപ്പോൾ നോൺ കോണ്ടാക്ട് ഫോഴ്സ് ആണ് വരിക, സമ്പർക്കരഹിത ബലം. ഡ്രോയിങ് വാട്ടർ ഫ്രം എ വെൽ. കിണറിൽ നിന്നും വെള്ളം കോരുന്നു. കോണ്ടാക്ട് ഫോഴ്സ് ആണ് വരിക, സമ്പർക്ക ബലം. എ ബോൾ കമ്മിങ് ടു റെസ്റ്റ് ആഫ്റ്റർ ബീയിങ് റോൾഡ് ഓൺ എ ലെവൽ ഗ്രൗണ്ട്. നിരപ്പായ തറയിലൂടെ ഉരുട്ടിവിട്ട പന്ത് നിശ്ചലാവസ്ഥയിലാകുന്നു. അവിടെ സമ്പർക്ക ബലം അഥവാ കോണ്ടാക്ട് ഫോഴ്സ് ആണ് വരിക. എ മാഗ്നറ്റ് അട്രാക്റ്റിംഗ് എ നെയിൽ. കാന്തം ആണിയെ ആകർഷിക്കുന്നു. കാന്തവും ആണിയും തമ്മിൽ പരസ്പരം സ്പർശിക്കാതെ തന്നെ അവിടെ ഒരു ബലം അനുഭവപ്പെടുന്നുണ്ട്. അതിനാൽ ഇവിടെ സമ്പർക്ക രഹിത ബലമാണ്, നോൺ കോണ്ടാക്ട് ഫോഴ്സ്.
എ പ്ലാസ്റ്റിക് സ്കെയിൽ റബ്ഡ് ഓൺ ഹെയർ അട്രാക്ട്സ് പീസസ് ഓഫ് പേപ്പർ. ഇവിടെയും സമ്പർക്കരഹിത ബലമാണ് സംഭവിക്കുന്നത്, അതായത് നോൺ കോണ്ടാക്ട് ഫോഴ്സ്. നാം ഇവിടെ പലതരത്തിലുള്ള ബലങ്ങൾ പരിചയപ്പെട്ടു. മനുഷ്യനും മറ്റു ജീവികളും പ്രവൃത്തി ചെയ്യാൻ ഉപയോഗിക്കുന്നത് അവരുടെ പേശി ബലമാണ്. Man and other living creatures use muscular force to do work. കാന്തത്തിന് ആകർഷണ വികർഷണ സ്വഭാവമുണ്ട്. കാന്തം പ്രയോഗിക്കുന്ന ഈ ബലത്തെ കാന്തിക ബലം അഥവാ മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയാം. The magnet has a property of attraction and repulsion. This force applied by a magnet is the magnetic force. മുടിയിൽ ഉരസിയ പ്ലാസ്റ്റിക് പേനയ്ക്ക് ചെറിയ കടലാസ് കഷ്ണങ്ങളെ ആകർഷിക്കുവാൻ കഴിയുന്നു. ഇത് സ്ഥിത വൈദ്യുത ബലം അഥവാ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് കാരണമാണ്. A plastic pen, when rubbed on hair, can attract small pieces of paper. This is due to electrostatic force. പ്രപഞ്ചത്തിലെ വസ്തുക്കൾ തമ്മിൽ ആകർഷണ ബലമുണ്ട്. ഇത്തരം ആകർഷണ ബലത്തെ ഗുരുത്വാകർഷണ ബലം എന്ന് പറയാം. The objects in the universe have an attractive force between them. This attractive force is the gravitational force. ചലനവുമായി ബന്ധപ്പെട്ട ബലത്തെ പൊതുവെ യാന്ത്രിക ബലം അഥവാ മെക്കാനിക്കൽ ഫോഴ്സ് എന്ന് പറയാം. ഒരു വസ്തുവിന് മുകളിലൂടെ മറ്റൊരു വസ്തു നീങ്ങുമ്പോൾ വസ്തുക്കളുടെ ചലനത്തെ തടസ്സപ്പെടുത്തുന്ന ബലമാണ് ഘർഷണ ബലം അഥവാ ഫ്രിക്ഷണൽ ഫോഴ്സ്. The force in relation to motion is commonly known as mechanical force. When an object moves over another object, a force which opposes the relative motion of the objects is the frictional force. വ്യത്യസ്ത തരം ബലങ്ങളെക്കുറിച്ച് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. നമുക്കിനി അടുത്ത ക്ലാസ്സിൽ ഘർഷണ ബലവുമായി ബന്ധപ്പെട്ട പുതിയ കാര്യങ്ങൾ ചർച്ച ചെയ്യാം.